ഞാൻ ഒരിക്കൽ കോഴിക്കോട് മിംസിന്റെ മുമ്പിൽ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്ന അഭിവന്ദനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. മരണപ്പെട്ടു പോയി, അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ബെല്ലടിച്ചപ്പോൾ ഫ്ലാറ്റിന്റെ വാതിൽ തുറന്നു. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ. ഞാൻ എന്നെ കൊണ്ടുപോയി വാപ്പ കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ 2 കണ്ണിന്റെയും കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കണ്ണി സംബന്ധമായ രോഗമാണ് അദ്ദേഹത്തിന്, ഷുഗർ ബാധിച്ചതാണ്. വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് ഒരു ബെല്ലുണ്ട്. ഞാൻ അവിടെ ചെന്നു, സലാം പറഞ്ഞപ്പോൾ എന്റെ ശബ്ദം മനസ്സിലായി, എന്നെ തിരിച്ചറിഞ്ഞു. എന്നോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ കസേരയിലിരുന്നു. കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു മന്ദിരിക്കണമെന്ന്. ഞാൻ മന്ദിരിച്ചൂതി. അങ്ങനെ അദ്ദേഹം ബെല്ലടിച്ചപ്പോൾ മകൻ വന്നു. ചായ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ചായ എനിക്ക് നൽകി. അതിന് ശേഷം എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു. ദ്വാരന്നും ചെയ്തു. ദ്വാരന്ന് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ 2-3 വർത്താനം പറഞ്ഞപ്പോ അദ്ദേഹം ബെല്ലിൽ ഇങ്ങനെ അമർത്തി അടിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ബെല്ലിന്റെ ശബ്ദം അവിടൊക്കെ കേൾക്കാൻ പറ്റുമെന്നറിയാം. ഞാൻ ചോദിച്ചു, എന്തിനാണ് ബെല്ലടിക്കുന്നത് എന്ന്. അപ്പോൾ പറഞ്ഞു, മകന്റെ പേര് പറഞ്ഞിട്ട് അവരെ വിളിക്കാനാണ്. ഞാൻ ആ കസേര വന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ആ മകനുണ്ട് ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ വാപ്പ വിളിക്കുന്നു. എന്തിനാന്നറിയില്ലല്ലോ, വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ കണ്ണ് നിറച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ആ ചെറിയ 17 വയസ്സുള്ള കുട്ടി എന്നോട് പറഞ്ഞത്, വാപ്പാക്ക് വെള്ളത്തിന് വേണ്ടിയാണ് വാപ്പ വിളിക്കുന്നത്. ഇന്ന് വാപ്പാക്ക് 24 മണിക്കൂറിന്റെ ഇടയിൽ കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവ് 150 മില്ലിയാണ്. അഥവാ ഒരു ചെറിയ ഗ്ലാസ് വെള്ളമാണ് കുടിക്കാൻ കഴിയുക. അതിന്ന് വാപ്പ കുടിച്ചു തീർത്തിട്ടുണ്ട്. ഇനി വാപ്പാക്ക് വെള്ളം കൊടുത്താൽ ഈ രാത്രിയിൽ വാപ്പക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്ത. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മനുഷ്യന് വെള്ളം കുടിക്കാൻ ദാഹമുണ്ട്, പക്ഷേ കുടിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു തആല അത്തരം മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മളെയും ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.